ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 12 ജീവികൾ. ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര വൈവിധ്യമാർന്ന ജീവികളുണ്ട്. അവയുടെ കൃത്യമായ എണ്ണം പോലും ആർക്കും അറിയില്ല. അവയിൽ ചിലത് മനോഹരവും ചിലത് വിരൂപവുമാണ്. എന്നാൽ എല്ലാം കാണുന്നത് പോലെയല്ല. കാരണം വിരൂപമായവ സുരക്ഷിതമായിരിക്കാം, മനോഹരമായവ മാരകവുമാവാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. ഒരു ഉദാഹരണത്തിന് കമ്പിളിപ്പുഴു. ഇത് വലുതല്ലെങ്കിലും വളരെ രോമങ്ങളുള്ളതാണ്. രോമങ്ങളുള്ളതുകൊണ്ട് സ്പർശിക്കാൻ മൃദുലമാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. പക്ഷേ അതിൽ വഞ്ചിതരാകരുത്. വാസ്തവത്തിൽ നിങ്ങൾ രോമങ്ങളിൽ സ്പർശിച്ചാൽ അവ നിങ്ങളുടെ ചർമ്മത്തിൽ തുളച്ചുകയറി നിങ്ങളെ കുത്തും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അനുസരിച്ച് വേദനയും ചൊറിച്ചിലും അവിശ്വസനീയമാം വിധം മോശമാണ്. അതിനാൽ സാധിക്കുമെങ്കിൽ ഈ കമ്പിളിപ്പുഴുവിൽ നിന്ന് അകന്നു നിൽക്കുക. എന്നിരുന്നാലും നിങ്ങളറിയാതെ കുത്തിയിട്ടുപോയാൽ ഡോക്ടർമാർ ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ശുപാർശ ചെയ്യുന്നു. പക്ഷേ ആ ഭാഗത്ത് അമർത്താതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കാരണം ഇത് വിഷം വേഗത്തിൽ പടരാൻ ഇടയാക്കും. കഴുകിക്കഴിഞ്ഞാൽ വേദന കുറയ്ക്കാൻ കുറച്ച് ഐസ് വയ്ക്കുക. വേദന അടുത്ത 30 മിനിറ്റിനുള്ളിൽ മാറിയില്ലെങ്കിൽ ഉടൻ ആശുപത്രിയിൽ പോകുക. ഈ കമ്പിളിപ്പുഴുവിൻ്റെ പുഴുവിനെ സ്പർശിക്കുന്നത് വളരെ അറപ്പുളവാക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഞങ്ങളോട് യോജിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 12 മൃഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാം. ഡെത്ത് സ്റ്റാൾക്കർ സ്കോർപ്പിയൻ. ഇതിൻ്റെ പേര് തന്നെ എല്ലാം പറയുന്നു. ഇത് ഏറ്റവും മാരകമായ തേളാണ്. തേൾ ആക്രമണങ്ങളിൽ 75% പേരും മരിക്കുന്നത് ഡെത്ത് സ്റ്റാൾക്കർ മൂലമാണ്. സാധാരണയായി ഇത് ആരോഗ്യവാന്മാരായ മുതിർന്നവരെ കൊല്ലില്ല. അവർക്ക് ഭയങ്കര വേദന മാത്രമേ അനുഭവപ്പെടൂ. എന്നാൽ കുട്ടികളെ കുത്തിയാൽ ഇത് അപകടമാണ്. കുത്തേൽക്കുന്ന കുട്ടികൾക്ക് പനി വരികയും കോമയിലേക്ക് പോവുകയും ഒടുവിൽ ശ്വാസകോശത്തിൽ ദ്രാവകം നിറയുന്നതിനാൽ ശ്വാസം എടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഈ തേൾ മതിയാവോളം ഭീകരമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യമാംസം കഴിക്കുന്നവയാണെന്ന് അറിയുക. മറ്റു ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ അവയ്ക്ക് പാമ്പുകളെയും ഭക്ഷിക്കാൻ കഴിയും. ഈ തേളിൻ്റെ കുത്തേറ്റ് രക്ഷപ്പെടാനുള്ള ഏക വഴി ഉടൻ ആശുപത്രിയിൽ പോകുക എന്നതാണ്. കാർപ്പറ്റ് വൈപ്പർ. ഇതാ മറ്റൊരു കൊലയാളി. വർഷം തോറും ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് കൊണ്ട് കാർപ്പറ്റ് വൈപ്പർ ഏറ്റവും മാരകമായ പാമ്പായി കണക്കാക്കപ്പെടുന്നു. ഇത് കൊല്ലുന്ന രീതി വളരെ വിചിത്രമാണ്. ഇത് ഇരയുടെ രക്തത്തിലേക്ക് ഒരു വിഷം കുത്തിവെക്കുന്നു. ഈ വിഷം രക്തം കട്ടപിടിക്കാൻ അനുവദിക്കാത്തതിനാൽ ഇര രക്തസ്രാവം മൂലം മരിക്കുന്നു. കോൺ സ്നെയിൽ. ഈ ഒച്ചിന് ഒരു തുള്ളി വിഷം മതി 20 മനുഷ്യജീവനെടുക്കാൻ. ഇതിനെക്കുറിച്ച് ഏറ്റവും മോശം കാര്യം ഇതിന് ചികിത്സയോ പ്രതിവിധിയോ ഇല്ല എന്നതാണ്. അത് നിങ്ങളെ കുത്തിയാൽ നിങ്ങൾ മരിക്കും, നിങ്ങൾ എന്തു ചെയ്താലും. ഇത് സിഗരറ്റ് സ്നെയിൽ എന്നും അറിയപ്പെടുന്നു. കാരണം ഒരു സിഗരറ്റ് വലിച്ചു തീർക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ വിഷം നിങ്ങളെ കൊല്ലും. സ്റ്റോൺ ഫിഷ്. ഈ ജീവി ഒരു കല്ലുപോലെ കാണപ്പെടുന്നു. ഈ മത്സ്യത്തെക്കുറിച്ച് നിങ്ങൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, നിങ്ങൾ ഇതിനെ ഒരു പാറയായി തെറ്റിദ്ധരിച്ച് അതിൻ്റെ മുള്ളുകളിൽ ചവിട്ടിയാൽ അത് നിങ്ങളെ വിഷമിപ്പിക്കുകയും നിങ്ങളുടെ കാൽ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ഏറ്റവും ചീത്ത അവസ്ഥ. സ്റ്റോൺ ഫിഷ് വളരെ സാമ്പത്തികമായി പ്രവർത്തിക്കുന്നു. അത് അമർത്തുന്ന ഭാരത്തിന് ആനുപാതികമായി വിഷം കുത്തിവെക്കുന്നു. രണ്ടാമത്തെ കാര്യം, ചലിക്കുന്ന ഒരു വസ്തുവിനോട് മറ്റൊരു മീനോ നിങ്ങളുടെ കാലോ പ്രതികരിക്കാൻ സ്റ്റോൺ ഫിഷിന് വെറും 0.15 സെക്കൻഡ് മതി വായ തുറന്ന് കടിക്കാൻ. അതിനാൽ കാൽ നഷ്ടപ്പെടുന്നത് ശരിക്കും സാധ്യമാണ്. അതിനാൽ നിങ്ങൾ കടലിലായിരിക്കുമ്പോൾ ശ്രദ്ധയോടെ നടക്കുക. ആഫ്രിക്കൻ തേനീച്ച. ഈ തരം തേനീച്ചകൾ മറ്റുള്ളവയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ആഫ്രിക്കൻ തേനീച്ചകൾ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമാണ്. ഒരു ബ്രസീലിയൻ ശാസ്ത്രജ്ഞൻ പുതിയ തരം തേനീച്ചകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവയെ അബദ്ധത്തിൽ പുറത്തുവിട്ടു. അതുകൊണ്ട് ഈ തേനീച്ചകൾ സാധാരണ തേനീച്ചകളേക്കാൾ കൂടുതൽ ആക്രമണകാരികളാണ്.
ഒരുപക്ഷെ അവ ജനിതക മാറ്റം വരുത്തിയതാണെന്ന് അവയ്ക്ക് അറിയുന്നത് കൊണ്ടാവാം അവയ്ക്ക് ദേഷ്യം. അവയ്ക്ക് ഇരകളെ വളരെ ദൂരം പിന്തുടരാൻ കഴിയും. അവയുടെ വിഷം സാധാരണ തേനീച്ചകളുടേതിനേക്കാൾ അപകടകരമല്ല. പക്ഷേ വലിയൊരു എണ്ണം തേനീച്ചകൾ നിങ്ങളെ കുത്തിയാൽ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ചിലന്തിയെ എന്തുകൊണ്ടാണ് വാണ്ടറിംഗ് സ്പൈഡർ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റ് ചിലന്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് സാധാരണയായി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പകൽ സമയത്ത് വീടുകളിലോ കാറുകളിലോ പോലും കാണപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ബ്ലാക്ക് മാംബ. ഈ പാമ്പിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. ഇതിൻ്റെ പേര് വളരെ പ്രശസ്തമാണ്. ക്വെന്റിൻ ടാരന്റിനോ കിൽ ബിൽ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന് ഈ കോഡ് നാമം നൽകിയിട്ടുണ്ട്. ഈ പാമ്പ് എല്ലാ പാമ്പുകളിലും വെച്ച് ഏറ്റവും ആക്രമണകാരിയായി അറിയപ്പെടുന്നു. ഒരു പാമ്പിനെ കണ്ടാൽ കഴിയുന്നത്ര സാവധാനം അതിൽ നിന്ന് അകന്നു പോകുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് വിദഗ്ധർ സാധാരണയായി പറയാറുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളെ ഒരു ഭീഷണിയായി കരുതി ആക്രമിച്ചേക്കാം. അത് നിങ്ങൾക്ക് സംഭവിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കും. എന്നാൽ ബ്ലാക്ക് മാംബ വളരെ വ്യത്യസ്തമാണ്. പ്രകോപനമില്ലാതെ പോലും ഇതിന് നിങ്ങളെ ആക്രമിക്കാൻ കഴിയും. ചിലർ കരുതുന്നത് ഇത് അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നതാണ്. എന്തായാലും ഒരു വ്യക്തിയെ കടിച്ചാൽ 30 മുതൽ 50 മിനിറ്റിനുള്ളിൽ പ്രതിവിധി ലഭിച്ചില്ലെങ്കിൽ അവർ മരിക്കും. വിഷം നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുകയും ഇരയെ തളർത്തുകയും ചെയ്യും. പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. ഈ തവള മനോഹരമായി തോന്നുന്നുവെങ്കിൽ അത് നിഷേധിക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും ഈ സൗന്ദര്യം നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. നിങ്ങളെ വിഷമിപ്പിക്കാൻ ഈ തവളയ്ക്ക് കടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചർമ്മത്തിൽ വിഷമുണ്ട്. പ്രകൃതിയിൽ ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും തിളക്കമുള്ളതെന്തോ അതാണ് ഏറ്റവും അപകടകരമായത്. വന്യമായി കാണുന്ന എന്തിനേയും ഡാർട്ട് ഫ്രോഗ് ഉൾപ്പെടെ സ്പർശിക്കുകയോ അടുത്ത് ചെല്ലുകയോ ചെയ്യരുത്. ടിറ്റി ഫ്ലൈ. ഈ ഈച്ച വിഷമുള്ളതൊന്നുമല്ല. എന്നിരുന്നാലും ഇത് വളരെ അപകടകാരിയാണ്. അല്ലാത്ത പക്ഷം ഈ പട്ടികയിൽ ഇത് ഉൾപ്പെടില്ലായിരുന്നു. ഒന്നാമതായി, ഇത് കൊതുകിനെ പോലെ രക്തം കുടിക്കുന്നു. അത് തന്നെ അറപ്പുളവാക്കുന്നതാണ്. എന്നാൽ ഇതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യം ഓരോ വർഷവും ഏകദേശം 2,50,000 ആളുകളെ കൊല്ലുന്ന ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗം പരത്തുന്നു എന്നതാണ്. ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്. ഈ ഒക്ടോപ്പസ് ചെറുതാണ്, പക്ഷേ നിങ്ങൾ ഊഹിച്ചതുപോലെ വളരെ മാരകമാണ്. ഇത് ഇരകളെ വളരെ ക്രൂരമായി കൊല്ലുന്നു. ഇത് ഇരയെ കടിച്ച് രക്തത്തിൽ വിഷം കുത്തിവെക്കുന്നു. അതിനുശേഷം ഇര മിനിറ്റുകൾക്കുള്ളിൽ തളർന്നു പോകുന്നു. അതിനർത്ഥം അവർക്ക് ശ്വാസമെടുക്കാൻ കഴിയില്ല എന്നതാണ്. ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കാനുള്ള ഏക വഴി കൃത്രിമ ശ്വാസം നൽകുകയും വിഷത്തിൻ്റെ ഫലം കുറയുന്നതുവരെ അടുത്ത കുറച്ച് മണിക്കൂറുകളോളം അത് തുടരുകയും ചെയ്യുക എന്നതാണ്. കൊമോഡോ ഡ്രാഗൺ. ഈ ജീവികൾ വളരെ മികച്ച വേട്ടക്കാരാണ്. അവർക്ക് അവരുടെ ഇരകളെ ദീർഘനേരം ഒളിത്താവളത്തിൽ കാത്തിരിക്കാൻ കഴിയും. ഇരയെ കണ്ടെത്തിയാൽ അവർ അതിനെ പിന്തുടർന്ന് കഴുത്ത് കടിച്ചെടുക്കുകയും ഇര രക്തം വാർന്ന് മരിക്കുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യും. മിക്ക മനുഷ്യരും ഭാഗ്യമുള്ളവരാണ്. കൊമോഡോ ഡ്രാഗണുകൾ കൂടുതലും മനുഷ്യരില്ലാത്ത സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അവയ്ക്ക് കൂടെ കൂടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അതൊരു നല്ല കാര്യമാണ്. ബോക്സ് ജെല്ലിഫിഷ്. മലേറിയ പരത്തുന്ന കൊതുകുകൾ കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് ഇത്. അതിൻ്റെ വിഷം വളരെ വേഗത്തിൽ കൊല്ലുന്നു. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സുരക്ഷിതമായിരിക്കാൻ കടലിലോ സമുദ്രത്തിലോ നീന്തുമ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാ ജെല്ലി ഫിഷുകളെയും ഒഴിവാക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ജീവിതത്തിൻ്റെ ശോഭയുള്ള വശത്ത് ഞങ്ങളോടൊപ്പം ചേരാൻ സബ്സ്ക്രൈബ് ചെയ്യുക.